ജൂലൈ 21 ചാന്ദ്രദിനം. 1969 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും രംഗത്ത് മനുഷ്യന്റെ അധ്വാനത്തിന്റെ പ്രതീകങ്ങളാണ് എല്ലാ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങളും. 3.5 ലക്ഷത്തോളം മനുഷ്യരാണ് അപ്പോളോ യാത്രക്കായി കഠിനാധ്വാനം ചെയ്തത്. 20 ലക്ഷത്തിലധികം സൂക്ഷ്മ ഭാഗങ്ങളാണ് അപ്പോളോയുടെ മാതൃപേടകത്തിൽ മാത്രം ഉണ്ടായിരുന്നത്. മനുഷ്യരാശിയുടെ പുരോഗതിയിൽ ഈ ദൗത്യങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ ചാന്ദ്രദിനത്തിൽ 1969 ചാന്ദ്ര ദൗത്യവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിച്ച് 1969 ജൂലൈ 21 നീൽ ആംസ്ട്രോങ് ചരിത്രത്തിലാദ്യമായി ചന്ദ്രന്റെ മണ്ണിൽ ഒരു മനുഷ്യന്റെ കാൽപാദം പതിപ്പിച്ചു. അങ്ങനെ ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ഗോളം ആദ്യമായി ഒരു മനുഷ്യന്റെ സ്പർശനം ഏറ്റുവാങ്ങി. തന്റെ കാൽപാദം പതിഞ്ഞ അവസരത്തിൽ നീൽ ആംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യന്റെ ചെറിയ ഒരു കാൽവയ്പ്, പക്ഷേ മനുഷ്യരാശിയുടെ വലിയ ഒരു കുതിച്ചുചാട്ടം. മാനത്ത് കാണുന്ന അമ്പിളിമാമൻ മനുഷ്യന്റെ ജിജ്ഞാസയെയും ഭാവനയെയും അന്വേഷണത്വരയെയും എന്നും ഉണർത്തിയിട്ടുണ്ട്. വെണ്മയാർന്ന ചന്ദ്രബിംബം കണ്ട് കവി കുമാരനാശാൻ ഇങ്ങനെ പാടി: തുമ്പപ്പൂവിലും തൂമയെഴുന്നില വമ്പിൽ തൂകിക്കൊണ്ടാകാശവീഥിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിൽമേൽ നിന്ന് കോലോളം ദൂരത്തിൽ. ഒരു കൊച്ചു കുട്ടിക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന ഒരു വെള്ളിക്കിണ്ണമാണ് ചന്ദ്രൻ. പുരാതന സംസ്കാരങ്ങളെല്ലാം തന്നെ ചന്ദ്രനെ ഒരു ദേവതയായി ആരാധിച്ചു പോന്നു. പാശ്ചാത്യർക്ക് അതൊരു സ്ത്രീയായിരുന്നു, ഇന്ത്യക്കാർക്ക് അതൊരു പുരുഷനും. ക്രിസ്തുവിനും 5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന യവന ദാർശനികനായിരുന്ന അനക്സഗോറസ് ചന്ദ്രന് സ്വയം പ്രകാശമില്ല എന്നും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു ശിലാഗോളമാണ് ചന്ദ്രൻ എന്നും സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ചന്ദ്രന്റെ ദിവ്യത്വത്തെ നിഷേധിക്കാൻ ശ്രമിച്ച ആൾ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നാടുകടത്തുകയാണ് ഉണ്ടായത്. ചന്ദ്രൻ ഒരു ഗോള വസ്തുവാണെന്ന ധാരണ 16-ാം നൂറ്റാണ്ടോടെ ശക്തിപ്പെട്ടെങ്കിലും അപ്പോഴും അത് മിനുസമാർന്ന അതിമനോഹരമായ ഒരു ഗോള വസ്തുവായാണ് എല്ലാവരും കരുതിയിരുന്നത്. ടെലസ്കോപ്പിന്റെ കണ്ടുപിടുത്തമാണ് കാര്യങ്ങളെ ആകെ മാറ്റിമറിച്ചത്. ഗലീലിയോ ഗലീലി 1609 തന്റെ ടെലസ്കോപ്പ് ചന്ദ്രനിലേക്ക് തിരിച്ചു വെച്ച് നോക്കിയപ്പോൾ അവിടെ കണ്ടത് കുന്നുകളും കുഴികളും നിറഞ്ഞ ഒരു പ്രതലമാണ്. കല്ലും മണ്ണും നിറഞ്ഞ മലകളും ഗർത്തങ്ങളുമുള്ള ഭൂമി സമാനമായ ഒരു വസ്തുവാണ് ചന്ദ്രൻ എന്ന യാഥാർത്ഥ്യം മെല്ലെ മെല്ലെ എല്ലാവരും അംഗീകരിച്ചു. 17-ാം നൂറ്റാണ്ടോടെ ചന്ദ്രന്റെ ദൃശ്യഭാഗത്തിന്റെ വിശദമായ ഒരു ഭൂപടം തയ്യാറാക്കപ്പെട്ടു. ചന്ദ്രനെ പറ്റിയുള്ള അറിവിന്റെ ചക്രവാളം അങ്ങനെ മെല്ലെ മെല്ലെ വികസിച്ചു വന്നു. ചന്ദ്രനിൽ കാണാൻ കഴിയുന്ന ഇരുണ്ട ഭാഗങ്ങളെ കടൽ എന്ന് അർത്ഥം വരുന്ന മരിയ എന്നും പ്രകാശം നിറഞ്ഞ ഭാഗങ്ങളെ ഭൂഖണ്ഡം എന്ന അർത്ഥം വരുന്ന ടെറ എന്നും വിളിച്ചു. ചന്ദ്രനിൽ മരങ്ങളും മനുഷ്യരുമടക്കമുള്ള ജീവജാലം വസിക്കുന്നുണ്ടെന്ന് അപ്പോഴും പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ക്രൊയേഷ്യൻ അസ്ട്രോണമറായിരുന്ന റോജർ ബോഷ്കോവിച്ച് ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്ന് സമർത്ഥിച്ചു. 1837 വില്യം വിയർ, ജോഹാൻ മാഡുലർ എന്നിവർ ചന്ദ്രനിൽ സമുദ്രമോ ജലമോ കാര്യമായ അന്തരീക്ഷമോ ഇല്ല എന്ന് സ്ഥാപിച്ചു. ചന്ദ്രന്റെ ഒരു വശം മാത്രമാണ് നാം എപ്പോഴും കാണുന്നത്. അതിന്റെ മറുവശത്തെ പറ്റി ഒന്നും തന്നെ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നമുക്ക് അറിവുണ്ടായിരുന്നില്ല. സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളും 1950-60 കാലത്തു നടത്തിയ പര്യവേഷണങ്ങളാണ് ചന്ദ്രന്റെ മറുവശത്തെ പറ്റിയുള്ള അറിവുകൾ നമുക്ക് സമ്മാനിച്ചത്. സോവിയറ്റ് യൂണിയന്റെ ചാന്ദ്ര പര്യവേഷണ പേടകമായ ലൂണ 3, യുഎസിന്റെ ലൂണാർ ഓർബിറ്റർ പദ്ധതികൾ എന്നിവ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ നമുക്ക് കാണാൻ കഴിയാത്ത വശത്തിന്റെ മാപ്പും തയ്യാറാക്കി. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്നത് അപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിച്ചു. ലോകത്തെ 2 സൂപ്പർ ശക്തികളായിരുന്ന സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കടുത്ത മത്സരം നടന്നു വന്ന കാലമായിരുന്നു അത്. ബഹിരാകാശത്തെ കൈപ്പിടിയിലാക്കാനുള്ള മത്സരത്തിൽ എപ്പോഴും സോവിയറ്റ് യൂണിയൻ മുന്നിൽ നിന്നു.
അതുകൊണ്ട് മറ്റാർക്കും കഴിയാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്തു കാണിക്കേണ്ടത് അമേരിക്കയുടെ അത്യാവശ്യമായി മാറി. അങ്ങനെ അവർ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന ഒരു പരിപാടിക്ക് രൂപം നൽകി. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനായി അമേരിക്ക രൂപം നൽകിയ പദ്ധതിയാണ് അപ്പോളോ എന്ന് അറിയപ്പെടുന്നത്. ഭീമാകാരനായ സാറ്റേൺ എന്ന റോക്കറ്റും അപ്പോളോ എന്ന ബഹിരാകാശ പേടകവും ഉൾപ്പെടുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അപ്പോളോ വാഹനത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമതായി മാതൃപേടകം. 3 യാത്രികർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ഈ മാതൃപേടകം. യാത്രികർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിനുമുള്ള എല്ലാ സംവിധാനങ്ങളും മാതൃപേടകത്തിലുണ്ട്. യാത്രികർക്ക് ആവശ്യമായ സാധനങ്ങളും ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ ആവശ്യമായ ഇന്ധനവും വെള്ളവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നതിനായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഭാഗം, സേവന പേടകം അഥവാ സർവീസ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഭാഗം ചന്ദ്രനിലേക്ക് ഇറങ്ങാനും ചന്ദ്രനിൽ നിന്ന് തിരികെ മാതൃപേടകത്തിലേക്ക് എത്തുന്നതിനും ആവശ്യമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ചാന്ദ്ര പേടകമാണ്. ഈ ചാന്ദ്ര പേടകത്തിന് ചന്ദ്രനിലെ ഇറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു അവരോഹണ ഭാഗവും ചന്ദ്രനിൽ നിന്നും തിരികെ മാതൃപേടകത്തിലേക്ക് എത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആരോഹണ ഭാഗം എന്നിങ്ങനെ 2 തട്ടുകൾ ഉണ്ട്. 1969 ജൂലൈ 16 അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യൻ സമയം വൈകിട്ട് 7:02 അപ്പോളോ 11 യാത്ര തിരിച്ചത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നിവരായിരുന്നു അതിലെ സഞ്ചാരികൾ. മാതൃപേടകവും ഉൾപ്പെട്ട ബഹിരാകാശ യാനത്തിന് കൊളംബിയ എന്നായിരുന്നു പേര്. ചാന്ദ്രപേടകത്തിന്റെ പേര് ഈഗിൾ എന്നും. സാറ്റേൺ 5 റോക്കറ്റാണ് ഇവയെ വഹിച്ചുകൊണ്ട് ഉയർന്നത്.